നമസ്തേ. ഞാൻ മായ ജയമോഹൻ. വളരെ രസകരമായ ഒരു വിഷയം. അത് ജ്യോതിഷവുമായി കണക്റ്റ് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം. ചില ആൾക്കാരെ കാണുമ്പോൾ അവരെ വീണ്ടും വീണ്ടും കാണാനായിട്ട് നമുക്ക് തോന്നും. അല്ലെങ്കിൽ അവരെ തന്നെ ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് നിൽക്കും. അവരിൽ എന്തോ ഒരു വശ്യത ഉള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടും. പലപ്പോഴും ഇത് ആൾക്കാർ മാനസികമായിട്ട്, അതായത് മനസ്സുകൊണ്ട് അവർ കടന്നു പോയിരുന്നാലും അവർ നമ്മുടെ മനസ്സിൽ നിന്നും മാറിപ്പോകത്തില്ല. അത്രയും ഒരു അനുഭവം നമുക്കുണ്ടാകും. എങ്ങനെയാണ് ഈ വശ്യത ആ വ്യക്തിയിൽ ഉണ്ടായത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ ജ്യോതിഷപരമായിട്ട് പറയുകയാണെങ്കിൽ, ശുക്രൻ രാഹുവുമായിട്ട് യോഗം ചെയ്ത് ഏതെങ്കിലും ഒരു ജാതകത്തിൽ, അതും വളരെ ബലവാനായ ശുക്രനും രാഹുവുമായിരിക്കണം, അങ്ങനെ യോഗം ചെയ്ത് ഇരിക്കുന്ന ഒരാളുടെ ജാതകമാണെങ്കിൽ ആ വ്യക്തി എവിടെ നിന്നാലും അവർ ഒരു നോട്ടീസബിൾ പേഴ്സൺ ആയിരിക്കും. അതായത് എല്ലാവരും അവരെ ശ്രദ്ധിക്കും. പ്രത്യേകിച്ചും എതിർ ലിംഗത്തിൽ ഉള്ള ആൾക്കാർക്ക് അവരിലോട്ട് ഒരു ശ്രദ്ധ വളരെ കൂടുതലായിട്ട് ഉണ്ടായിരിക്കും. അത് ആ സൗന്ദര്യം എന്ന് പറയുന്നത്, അത് വെറുമൊരു സൗന്ദര്യം എന്നത് കണ്ണിനെ മാത്രം ആകർഷിക്കുന്നതാണ്. പക്ഷേ രാഹു ശുക്രനുമായിട്ട് ചേർന്നിരിക്കുകയാണെങ്കിൽ അത് മനസ്സിനെ പിടിച്ചു നിർത്തും. ഒരു വശ്യത ആ വ്യക്തിയിൽ ഉണ്ടാകും എന്ന് അർത്ഥം. രാഹു എന്ന് പറയുന്നത് ഒരു മായയാണ്. അതുപോലെ ആകർഷണമാണ്, ജനശ്രദ്ധ, അസാധാരണത്വം. അതുപോലെ തന്നെ എന്തും നമ്മൾ എയിം വെക്കുകയാണെങ്കിൽ, അതായത് ലക്ഷ്യം ആണ് പ്രധാനം, മാർഗമല്ല എന്നുള്ളൊരു ഗ്രഹമാണ് രാഹു. ശുക്രനാണെങ്കിൽ സൗന്ദര്യം, അതുപോലെ കല, ആസ്വാദനം, പ്രപഞ്ചം, മനുഷ്യനെ ആകർഷിക്കാൻ, മനുഷ്യൻ്റെ മനസ്സിനെ ആകർഷിക്കാനുള്ള സൗന്ദര്യം, വ്യക്തിത്വ മാധുര്യം, ഇതൊക്കെയാണ് ശുക്രൻ എന്ന് പറയുന്നത്. ആകർഷണ ശക്തി വർദ്ധിക്കാൻ കാരണം എന്ന് പറയുന്നത് ഈ രാഹുവും ശുക്രനും കൂടി ഇങ്ങനെ ഒരുമിച്ച് യോഗം ചെയ്യുമ്പോഴാണ്. അപ്പം നമ്മുടെ ജാതകത്തിനകത്ത് രാഹു ശുക്രനുമായിട്ട് വെറുതെ ഏതെങ്കിലും ഭാവത്തിൽ യോഗം ചെയ്ത് ഇരിക്കുകയാണെങ്കിൽ ഈ ഒരു ഫലം പരിപൂർണമായിട്ട് ഉണ്ടാകണമെന്നില്ല. ലഗ്നം, ശുക്രൻ്റെ ബലം, അതുപോലെ രാഹുവിൻ്റെ സ്ഥാനം, 5-ാം ഭാവം, 7-ാം ഭാവം, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടും ഈ ദശാകാലം നടക്കുമ്പോഴുമായിരിക്കും ഈ വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വശ്യത ഉണ്ടാകുന്നത്. ഇത് ധാരാളം ഗുണങ്ങളെ കൊടുക്കും ഈ വശ്യത. എന്നാൽ എന്തെന്ന് വെച്ചാൽ അവർക്ക് സംസാരത്തിൽ മറ്റുള്ളവരെ പിടിച്ചിരുത്തുന്നതിനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള ആൾക്കാർക്കിടെ മുഖത്ത് ഒരു മിസ്റ്റീരിയസ് ഭാവം ഉണ്ടായിരിക്കും. ഫാഷൻ, മേക്കപ്പ് എന്നിവയിലുള്ള ശ്രദ്ധ വളരെ കൂടുതലായിരിക്കും. സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകളെ പിടിച്ചിരുത്താൻ ഇങ്ങനെയുള്ള യോഗമുള്ള ആൾക്കാർക്ക് വളരെയധികം സാധിക്കും എന്നാണ് പറയാനുള്ളത്. പ്രത്യേകിച്ചും ഓപ്പോസിറ്റ് സെക്സിലുള്ള ആൾക്കാർക്ക് ഇവരെ കണ്ടിട്ട് ഭയങ്കരപ്പെട്ട ഒരു സൗന്ദര്യം മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യണം എന്നില്ല. പക്ഷേ ഈ കാണുന്ന വ്യക്തിക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ടൊരു ആകർഷണീയത, അതായത് അവരുടെ മനസ്സിൽ പതിഞ്ഞു പോകും, ഒരിക്കലും മാറത്തില്ല. അങ്ങനെയാണ്. ഇങ്ങനെയുള്ളവർക്ക് കലാരംഗം, സിനിമ, മോഡലിംഗ് ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ പിടിച്ചു നിൽക്കാനായിട്ട്, അതായത് അവിടെ മികച്ച രീതിയിലുള്ള നേട്ടങ്ങൾ അല്ലെങ്കിൽ പ്രകടനങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനെയാണ് വശ്യത എന്ന് പറയുന്നത്. ഈ വശ്യത എന്ന് പറയുന്നത് രാഹു ശുക്രനുമൊത്ത് യോഗം ചെയ്തിട്ട് ഇരിക്കുന്ന ജാതകര് ചെറുപ്പകാലത്തിലൊക്കെ ആണെങ്കിൽ, യൗവനകാലത്താണെങ്കിൽ രാഹു ശുക്രനെ പിടിച്ചാൽ മനസ്സ് ഓടിക്കളയും. അതായത് രണ്ടുപേരും കൂടി വീണ്ടും ഭയങ്കര കൂട്ടാവും. അത് പലതരത്തിലുള്ള വഴിവിട്ട ഒരുപാട് ബന്ധങ്ങളിൽ കൊണ്ടെത്തിക്കാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. അതായത് അവർ പരസ്പരം ഇഷ്ടപ്പെട്ട് ഭയങ്കരമായിട്ട് ഡീപ്പായി അവർ തമ്മിൽ അരുതാത്ത റിലേഷൻഷിപ്പുകൾ ഉണ്ടായി നാട്ടുകാർ അത് കണ്ടുപിടിക്കപ്പെടാൻ ഉള്ള സാധ്യത. അതുപോലെ തന്നെ ഇത് ഒരു ടൈം, ആ ഒരു ഗ്രഹത്തിൻ്റെ സമയം കഴിയുമ്പോൾ ഈ വശ്യത ഉള്ള വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തി തന്നെ മറ്റേ ആളെ ഉപേക്ഷിച്ചിട്ട്, അതായത് തേനീച്ച പൂക്കളുടെ പുറകെ പോകുന്നതിൻ്റെ പോലെ ഈ വ്യക്തി മറ്റേ ആളിന്, വേറൊരാളിനെ തേടിപ്പോകും. പക്ഷേ ഈ ആദ്യത്തെ ആകർഷിക്കപ്പെട്ട വ്യക്തിക്ക് ഒരിക്കലും ഇവരെ മറക്കാനായിട്ട് കഴിയത്തുമില്ല. മനസ്സിൽ സ്ഥാനം പിടിച്ചു പോകും. അപ്പോൾ യൗവനത്തിൽ രാഹു ശുക്രനെ പിടിച്ചാൽ മനസ്സ് ഓടും. പക്ഷേ പ്രായം കൂടും തോറും ശനി വന്ന് ബ്രേക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെയാണ്. കുറച്ച് പ്രായമാവുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രാർത്ഥന, ഉപാസന ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ബ്രേക്ക് ഉണ്ടാകും. ഇല്ലാന്നുണ്ടെങ്കിൽ പ്രായമായിരുന്നാലും അവർ ഇത് തന്നെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഇതാണ് വശ്യത എന്ന് പറയുന്നത്. ഇപ്പോൾ ആകർഷണീയത, ചില വ്യക്തികൾക്ക് ഉണ്ടാകുന്ന, മറ്റൊരു വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന, അവരെ കാണുമ്പോൾ ജീവിതത്തിൽ
നടക്കത്തില്ല. അത്രയ്ക്ക് ഒരു വശ്യത ഉണ്ടാകുന്നതിൻ്റെ പിന്നിലെ കാരണം ഇതാണ്. നിങ്ങളുടെ ജാതകത്തിൽ ശുക്രൻ രാഹുവുമൊത്ത് യോഗം ചെയ്തിട്ടുണ്ട് എങ്കിൽ ഏത് ഭാവത്തിലാണ് ഇരിക്കുന്നതെന്ന് കമൻറ്റ് ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ഞാൻ പറഞ്ഞു തരാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വീണ്ടും കാണാം.